Dear students, a patient is on mechanical ventilation with the following settings: tidal volume 500 ml, respiratory rate 12, FiO2 50%, oxygen flow rate 30 liter per minute. What is the estimated minute ventilation? Options: 6 liter, 10 liter, 12 liter and 60 liter. അപ്പോൾ ഇത്തരത്തിൽ കാൽക്കുലേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ധാരാളമായിട്ട് കണ്ടുവരുന്നുണ്ട്. ഇതിൻ്റെ ഒരു പ്രാധാന്യം കഴിഞ്ഞ് ESIC എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവാം. അപ്പോൾ ഇതേപോലെ ഒരുപാട് വാല്യൂസ് തന്നതിന് ശേഷം ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും എന്നുള്ള ഒരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അവരൊരു ക്വസ്റ്റ്യൻ സെറ്റിങ്ങിലൂടെ ശ്രദ്ധിക്കുന്നത്. ഇവിടെ 4 വാല്യൂസ് തന്നിട്ടുണ്ട്. ആദ്യം ബേസിക്കലി മനസ്സിലാക്കേണ്ടത് നമ്മുടെ കാൽക്കുലേഷൻസ് ചിലപ്പോൾ ഈ 4 വാല്യൂസും ആവശ്യമായിട്ട് വരികയില്ല. പലതും നമുക്ക് കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നതാണ്. അപ്പം നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത് എന്താണ് ആൻസർ ചെയ്യാൻ വേണ്ടി പോകുന്നത്, അതിനെ സ്പ്ലിറ്റ് ചെയ്ത് അതിൻ്റെ മീനിങ് കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇവിടെ എസ്റ്റിമേറ്റഡ് മിനിറ്റ് വെന്റിലേഷൻ എന്നുള്ളതാണ്. മിനിറ്റ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഉള്ളത് കൊണ്ട് തന്നെ 60 സെക്കൻഡ് അല്ലെങ്കിൽ 1 മിനിറ്റിലുള്ള വെന്റിലേഷനാണ് ചോദിക്കുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ 1 മിനിറ്റിൽ എത്രമാത്രം വോളിയം ഓഫ് എയർ വെന്റിലേറ്റ് ചെയ്യപ്പെടുന്നു, എത്തപ്പെടുന്നു എന്നുള്ളതാണ് അവർ അന്വേഷിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ഓരോ ഫാക്ടേഴ്സ് എടുത്തൊന്ന് അനാലിസിസ് ചെയ്യുക. ടൈഡൽ വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു തവണ അകത്തേക്ക് പോവുകയും പുറത്തേക്ക് വരികയും ചെയ്യുന്ന എമൗണ്ട് ഓഫ് എയറിനെയാണ് നമ്മൾ ടൈഡൽ വോളിയം എന്ന് പറയുന്നത്. എന്താണ് റെസ്പിറേറ്ററി റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റെസ്പിറേറ്ററി റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മിനിറ്റിൽ എത്ര തവണ ഇത്തരത്തിൽ എയർ അകത്തേക്കും പുറത്തേക്കും എടുക്കുന്നു എന്നുള്ളതാണ്. ദെൻ FiO2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫ്രാക്ഷൻ ഓഫ് ഇൻസ്പയർഡ് ഓക്സിജൻ. നമ്മുടെ എൻവയോൺമെൻറ്റൽ എയറിൽ എത്ര ഓക്സിജൻ്റെ ശതമാനം ഉണ്ടെന്ന് പലതവണ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, നമ്മൾ പരീക്ഷയ്ക്ക് എഴുതിയിട്ടുണ്ട്. കെമിസ്ട്രി പഠിക്കുന്ന കാലം തൊട്ടേ നമ്മൾ എഴുതുന്നതാണ്. 21%. അപ്പോൾ ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉള്ള ആൾക്കാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ അത് പോരാതെ വരുമ്പോൾ ഈ പറയുന്ന എയറിലെ ഓക്സിജൻ്റെ അളവ് കൂട്ടിയാണ് നമ്മൾ വെന്റിലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൽ അല്ലെങ്കിൽ ഓക്സിജൻ തെറാപ്പി എന്ന് പറയുന്ന പ്രോസസ്സിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ FiO2 എന്ന് പറയുമ്പോൾ അറ്റ്മോസ്ഫിയറിക് എയറിൽ 21% ഉള്ളത് നമ്മൾ 50% ഉയർത്തുന്നു. ചില വെന്റിലേറ്റർ സെറ്റിങ്സിൽ അത് 70, 80, അങ്ങനെ 100% വരെ ഉണ്ട്. അപ്പോൾ 100% വരെയൊക്കെ പോകുമ്പോൾ അത് ഓക്സിജൻ ടോക്സിസിറ്റി എന്ന് പറയുന്ന ലെവലിലേക്ക് പോകും എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അതിലേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല. എന്തായാലും അതാണ് അതിൻ്റെ മീനിങ്. ഓക്സിജൻ ഫ്ലോ റേറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു ഫേസ് മാസ്ക് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് ഫ്ലോ റേറ്റ് 6 ലിറ്റർ, 8 ലിറ്റർ, 5 ലിറ്റർ ഒക്കെ സെറ്റ് ചെയ്യും. അപ്പോൾ അതിനകത്ത് 1 മിനിറ്റിൽ എത്രമാത്രം എയർ ഫ്ലോ നടക്കുന്നു എന്നുള്ളതിൻ്റെ അളവാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ആ മിനിറ്റ് വെന്റിലേഷൻ എന്നുള്ളതാണ്. 2 ഫാക്ടർ നമ്മൾ ഇതിനകത്ത് നിന്ന് എടുത്താൽ മതി. ഒന്ന് ടൈഡൽ വോളിയം, രണ്ടാമത്തെ റെസ്പിറേറ്ററി റേറ്റ്. ടൈഡൽ വോളിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തവണ എത്ര എൻ്റർ ചെയ്യുന്നു? 500. ദെൻ റെസ്പിറേറ്ററി റേറ്റ് എന്ന് വെച്ചാൽ 1 മിനിറ്റിൽ 12 ടൈഡൽ വോളിയം എൻ്റർ ചെയ്യാം എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ 12 എണ്ണം എൻ്റർ ചെയ്യപ്പെടുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ ടോട്ടലി 1 മിനിറ്റിൽ എത്ര എമൗണ്ട് ഓഫ് എയർ ഉള്ളിലേക്ക് പ്രവേശിക്കപ്പെടുന്നുണ്ട് എന്ന് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ, മിനിറ്റ് വോളിയം അല്ലെങ്കിൽ മിനിറ്റ് വെന്റിലേഷൻ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഈ 12ഉം 500ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പം നമുക്ക് കിട്ടാൻ പോകുന്ന വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6000 ml എന്നുള്ളതാണ്. ഈ 6000 ml എന്നുള്ളതിനെ 6 ലിറ്റർ എന്ന് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും, കൺവേർട്ട് ചെയ്യാൻ പറ്റും ലിറ്ററിലേക്ക് മാറ്റുമ്പോൾ. അപ്പോൾ ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് 6 ലിറ്റർ പെർ മിനിറ്റ് ആണ്. ഓക്കെ, താങ്ക് യു.